മച്ചാമാരെ നൊമാഡിക് ട്രാവലറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജയ്സാൽമേറിലാണ്, സം ഡൂൺസിലാണ് ഉള്ളത്. സം ഡൂൺസിൽ നല്ല അടിപൊളി സൺറൈസ് കാണാൻ വന്നിട്ടാണ് ഉള്ളത്. നിങ്ങൾ ജയ്സാൽമേർ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ജയ്സാൽമേർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ കറങ്ങണം, അതൊക്കെ ഏതൊക്കെ രീതിയിൽ കറങ്ങും, എവിടെയൊക്കെ റൂം എടുക്കണം, റൂമിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കംപ്ലീറ്റ് ടൂർ പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, അതെന്തൊക്കെയാണ്, അതെങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യവും വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉറപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മളിതാ ജയ്സൽമേറിലേക്ക് പോകാൻ വേണ്ടി ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ ട്രെയിന് 5 മണിക്ക്, അവിടെ ഏകദേശം 10 മണിയാകുമ്പോൾ എത്തും ജയ്സൽമേർ. ബാക്കി കഥകൾ ജയ്സൽമേർ എത്തിയതിന് ശേഷം 10:47 ഇവിടെ എത്തുമ്പോഴത്തേക്ക് പുറത്തിറങ്ങിയ പാടന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ. എത്തിയ പാടന്നെ ഓട്ടോക്കാർ നിങ്ങൾ വിളിക്കും, ഓട്ടോ വേണോ എന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഇപ്പോൾ നടന്നിട്ടാണ് പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പ്രോപ്പർട്ടി വരുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിലാണ് കോട്ടയും, അതിൻ്റെ അടുത്ത് തന്നെയാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ കാണിച്ചനാട് എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ റൈറ്റ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ 1.7 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാലാണ് ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇവിടുത്തെ മെയിൻ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽസും കാര്യങ്ങളെല്ലാം വരും. അത് നല്ല ഞാൻ എടുക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ മുകളിൽ പോയിട്ട് ഞാൻ റൂം കാണിച്ചു തരാം. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ബാർഗെയിൻ ചെയ്ത് 250 എടുത്ത്. അതിലേക്ക് കുറക്കാൻ നിന്നിട്ടില്ല, നന്നടിയാൻ നിന്നിട്ടില്ല. 300 പറഞ്ഞ് 250 ആക്കി. കാരണം ഓഫ് സീസണാണ്. ഇതാണ് ഡോർമെട്രി. ഇനി നാളെ രാവിലെ എണീച്ചിട്ട് ജയ്സൽമേർ നമുക്ക് കംപ്ലീറ്റ്ലി കറങ്ങണം. ഇന്നലെ നിന്ന പ്രോപ്പർട്ടിയാണിത്. ഇവിടുന്ന് ഇനി നമ്മളവിടെ കില്ലൻ്റെ അടുത്തേക്ക് നടക്കേണ്ട ദൂരം മാത്രമാണുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് വണ്ടി റെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ എൻ്റെ കൈമേൽ 2 ദിവസമാണുള്ളത്. ആ 2 ദിവസം കംപ്ലീറ്റ് കറങ്ങണം. ഡൽഹിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുമ്പോൾ നല്ല അടിപൊളി ഒരു വില്ലേജ് എക്സ്പീരിയൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഉള്ള ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടിക കൊണ്ടും പാറക്കല്ല് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വണ്ടി റെൻറ്റിന് എടുത്തത്. ഒരു ദിവസത്തേക്ക് 400 രൂപയാണ് പറഞ്ഞത് സിറ്റി ഇറങ്ങാൻ വേണ്ടിയിട്ട്. സമ്മിൽ പോയിട്ട് വരാനാണെങ്കിലും 400 രൂപ. ഇനി ടനോട്ട് മാതാ ടെമ്പിൾ ലോങ്ങേ വാലയിൽ പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ദിവസത്തെയും കൂടി പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ടോട്ടൽ അപ്പോൾ 1300 കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റായിട്ട് ഒരു 500 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ഐഡിയ അവിടെ പ്രൂഫായിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനെടുത്ത് ബ്രേക്ക്ഫാസ്റ്റേക്കും ഈ ഒരു ഫോർട്ടിൻ്റെ താഴെ തന്നെയാണ് ആ ഷോപ്പും കാര്യങ്ങളെല്ലാം വരുന്നത്, റെൻറ്റ് ബൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടി അത്യാവശ്യം കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി പോയി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വണ്ടി എടുത്തത് 100 രൂപ ജാസ്തിയാണ് കേട്ടോ. അവിടെ നിന്ന് മറ്റേ ചങ്ങായി 100 രൂപ എക്സ്ട്രാ കയറ്റി ഇട്ടതാന്ന് തോന്നുന്നു. മുമ്പിലിരിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് 300 രൂപയ്ക്ക് വണ്ടി കിട്ടും. ഏതായാലും 100 പോയത് പോയി. ഇവിടെ ഒരുപാട് ബൈക്കുണ്ട് ഇവിടെ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത്. 300 രൂപയ്ക്കെല്ലാം ഇവിടുന്ന് വണ്ടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അടിപൊളി ഷോപ്പും കാര്യങ്ങളും ഇതാ ഇതിൻ്റെ മുമ്പിൽ തന്നെ. അങ്ങനെ ജയ്സൽമേർ ഫോർട്ടിന് മുമ്പിൽ തന്നെ ആയിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല ചോള ഭട്ടൂരിയാണ് ഞാൻ വാങ്ങിച്ചത്. 110 രൂപയാണ് വന്നത്. അത് കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം വയറ് കാലിയായിട്ട് ഈ ചൂട്ടത്ത് കറങ്ങിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഞാർന്ന് ഫുഡ് കഴിച്ച് നേരെ ജയ്സൽമേർ കോട്ടൻ്റെ കവാടത്തിലേക്ക് കൂടി ഉള്ളിലേക്ക് കയറിയാന്ന് മച്ചന്മാരെ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലെത്തിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ടിക്കറ്റ് ചാർജ് എത്ര, പാർക്കിംഗ് എത്ര, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. ഇനി കോട്ടയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. 1156 ബാട്ടി രജപുത്ര രാജാവായിരുന്ന ജയ്സാലാണ് ഈ ഒരു കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. 200 രൂപയാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ ഒരു കോട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നും ആൾക്കാർ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചുരുക്കം കോട്ടകളിൽ ഒരു കോട്ടയും കൂടിയാണ് ഇത്. ഏകദേശം 4000 ആൾക്കാർ ഇപ്പോഴും ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ സുവർണ്ണ കൊട്ടാരം എന്നാണ് ഈ ഒരു കോട്ട അറിയപ്പെടുന്നത്. ഇതിന്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ജയ്സൽമേർ ടൗൺ കംപ്ലീറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് റൂമും അവൈലബിൾ ആണ്. അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും നല്ല അടിപൊളി വ്യൂയോട് കൂടി താമസിക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടി ഇങ്ങനെ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പോയി ടിക്കറ്റ് എടുത്ത് ഇത് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിലേക്ക് കൂടി എക്സിറ്റ് ചെയ്തിട്ട് വരും. എന്നോട് ഒരു പട്ടുവാക്കി ഹവേലി എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ. ഇതും ഇവിടുന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്.
പട്ടുവാക്കി ഹവേലി പോകുന്ന വയ്യാ നട്ടിത്. വീടെല്ലാം നോക്കിയാട്ടെ ഏത് ലെവല് വ്യൂ നോക്കിയാൽ അല്ല വീട് നോക്കിയാൽ ഇതേപോലത്തെ ഗല്ലിയിലേക്ക് കൂടിയാണ് പോകേണ്ടത്. പക്ഷേങ്കിൽ ഇവിടെ പശുവും കാര്യങ്ങളെല്ലാം ഉണ്ട്. റോഡിൻ്റെ നടുക്കന്നെ കൊള്ളത് അതിനെ പായിക്കുന്ന അടിച്ചിട്ട് വായിക്കുന്ന ബ്ലോക്കായി. പക്ഷെ വീടെല്ലാം വേറെ ലെവല് വീടാണ് കേട്ടോ. നല്ല അടിപൊളി രാജസ്ഥാൻ കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. അത് മാറുന്നില്ല കുറച്ചാണ്. അങ്ങനെ ആർന്ന് കഴിച്ചലായി. വീടെല്ലാം നോക്കിയാൽ വേറെ ലെവല് വീട് വെച്ചാൽ ഇവിടെ ഒരുപാട് ഹവേലികളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഹവേലിയാണ് ഈ ഒരു പട്ടുവാക്ക ഹവേലി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ജയ്സൽമേർ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള പട്ടുവാക്കി ഹവേലി. ഈ ഒരു ഹവേലിക്ക് പുറകിൽ രസകരമായ ഒരു ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഗുമാൻ ചന്ദ് ബഫ്ന എന്ന വ്യാപാരിയാണ് ഈ ഒരു ഹവേലി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 50 വർഷത്തോളം എടുത്തു ഈ ഒരു ഹവേലിയുടെ പണി കഴിപ്പിക്കാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം 300 വർഷം പഴക്കമുള്ളൊരു തറവാട് വീടാണ്. പണ്ട് കച്ചവടം ചെയ്തിരുന്ന പട്ടുപോൺ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ താമസിച്ച സ്ഥലമാണിത്. ഈ വീടിൻ്റെ ഭംഗിയും പഴമയും കാണാനായി ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാറുണ്ട്. അങ്ങനെ ഹവേലി കണ്ട് അടിപൊളിയാണ്. ഒരുപാട് ഹവേലി ഉണ്ട്. പക്ഷേങ്കിൽ പട്ടാക്കിയ ഹവേലിയാണ് അടിപൊളി. ഞാൻ ഇപ്പോൾ പോയിട്ട് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയത്. ഏകദേശം 800 രൂപേൻ്റെ പെട്രോൾ വേണ്ടി വരുന്ന പറഞ്ഞത് 2 ദിവസം ഈ ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഞാൻ പയ്യെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴി ഇതാണ് കേട്ടോ. നല്ല അടിപൊളി കട്ടകൾ കൊണ്ടുണ്ടാക്കിയ റോഡും നല്ല അടിപൊളി ഒരു വില്ലേജ് എക്സ്പീരിയൻസും. വീടുകളൊക്കെ നോക്കിയിട്ട് വേറെ ലെവൽ. പക്ഷേങ്കിൽ നടുക്ക് ഇതുപോലെ പശുക്കൾ നിൽക്കുന്നുണ്ട്. അത് കുറച്ച് അടങ്ങാറാണ് കേട്ടോ. കാരണം സൈഡിലും കുടിക്കൽ കണ്ട ഇതിങ്ങനെ പോയെന്ന് പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കിയിട്ട് വേറെ ലെവല് വില്ലേജ് കേട്ടോ. ഇവിടുത്തെ മറ്റേ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് വീടിൻ്റെ. ആ ഒരു കട്ടകൾ കൊണ്ടുണ്ടാക്കിയ വീടാണ്. അതാണ് ഈ ഒരു ഗല്ലിനെ അതിമനോഹരമാക്കുന്നത്. ഫുള്ള് ഗോൾഡൻ കളറിലതാ. ഗോൾഡൻ സിറ്റി എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറിലുള്ള വീടും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ 2 ദിവസത്തേക്കും കൂടിയിട്ട് 553 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത്. ഇനി നേരെ വാർ മെമ്മോറിയലിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് 13 കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ വാർ മെമ്മോറിയലിലേക്ക് നേരെ 12 കിലോമീറ്ററാണ് പോകാനുള്ളത്. പോക്രാനിലേക്കെല്ലാം പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഈ സൈഡിൽ പോയ ബാർമർ അടിച്ചുപൊളി റോഡാണ്. ഇങ്ങനെ പോയിക്കോളാം. 12 കിലോമീറ്റർ പോയിക്കാനാലാണ് വാർ മെമ്മോറിയൽ എത്തുന്നത്. നോക്കി എന്ത് രസം നോക്കിയാൽ. അങ്ങനെ വണ്ടി നമ്മൾ അവിടെ വെച്ച് 80 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 3ാമത്തെ സ്ഥലമാണ് കേട്ടോ ഇത്. വാർ മ്യൂസിയം ജയ്സൽമേർ. ഇത് ജയ്സൽമേർ യാത്രയിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ജയ്സൽമേർ വാർ മെമ്മോറിയൽ. ഇവിടെ പണ്ട് ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ആയുധങ്ങളും ആ പണ്ടത്തെ ചരിത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ജയ്സൽമേർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഉറപ്പായും സന്ദർശിക്കുക. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 15 മിനിറ്റിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യൻ ജവാന്മാർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതൊക്കെ കാണിച്ചു തരുന്നത്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ വാർ മെമ്മോറിയൽ കണ്ട് ഞാൻ കുൽദാര ഹോണ്ടഡ് വില്ലേജിലേക്കാണ് പോകുന്നത്. വാർ മെമ്മോറിയലിൻ്റെ അവിടുന്ന് 31 കിലോമീറ്റർ. ജയ്സൽമേർ ടൗൺ കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റേക്കാണ് പോകേണ്ടത്. അവിടുന്ന് നേരെ സാം ഡൂൺസ് ഡിസേർട്ട് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മൾ നേരെ ഇപ്പോൾ കുൽദാര വില്ലേജിലേക്ക്, നമ്മളെ 4ാമത്തെ ഡെസ്റ്റിനേഷൻ. ഈ ചൊട്ടു കൊള്ളുന്ന സമയത്ത് ദാഹം മാറ്റാൻ ഏറ്റവും നല്ലത് കരിമ്പ് ജ്യൂസാണ്. പോകുന്ന വയലിൽ ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഉണ്ടാവും. അത് കുടിക്കുക. അപ്പോൾ നല്ല എനർജിയും കിട്ടും. സ്കൂൾ വിട്ടിട്ട് പോകുന്ന അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററാണ് ഉള്ളത് കുൽദാര വില്ലേജിലേക്ക്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. എനിക്കൊന്നും അതായിരിക്കും കുൽദാര വില്ലേജ്. പിള്ളേർ സ്കൂളിൽ പോയിട്ട് റിട്ടേൺ വീട്ടിലേക്ക് പോയാൽ ഉച്ചക്കെൻ്റെ വിടുന്നു സ്കൂള്. കാരണം അമ്മാതിരി ചൂടൽ ഇവിടെ കാണുന്ന യാറപ്പേ. ഞാൻ തന്നെ കാറ്റടിച്ചിട്ട് ഒരു വകയായി പോയി കേട്ടോ. ആ കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇഞ്ച് കേൾക്കുന്നുണ്ടാവില്ല ക്യാമറയിൽ. അപ്പോൾ ഇതാ നമ്മൾ കുൽദാര വില്ലേജിലെത്തിയേട്ടോ മച്ചാനെ. വേറെ ലെവൽ വൈബാട്ടോ. വണ്ടിയിൽ ഓടിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഒറ്റക്കായിട്ട് തന്നെ എനിക്ക് ഇത്ര മൂടാണെങ്കിൽ നിങ്ങളൊരു 2 ആളെല്ലായിട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നോക്കിയേട്ടാ.
കിടാങ്ങളെ വഴി മാറി നിൽക്കൂ, നമ്മൾ പോയി വിട്ടാൽ നമ്മൾ പോയിട്ട് ഇവിടെ ഇതിന് വെയിറ്റ് ഓക്കെ. ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്, 30, 50, 100. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നായിരുന്നു. അപ്പോൾ ആട്ടമൂസറോട് ചോദിച്ചിട്ട് എനിക്ക് കുടിക്കാനും ഇതാക്കാനെല്ലാം എന്തെങ്കിലും കിട്ടുമെന്ന്. അന്നേരം പറഞ്ഞു ഇവിടെ ഒന്നും കിട്ടൂല, ഇവിടെ ഫുള്ള് മരിച്ച ആൾക്കാരോ പ്രേതം പിശാചും ഉള്ള വീടും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത്, നിനക്കൊന്നും കിട്ടൂല. ഞാൻ ചോദിച്ചു ഇവിടുന്ന് സമ്മിലൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിനക്ക് ജീവനുള്ള പ്രേതങ്ങളൊക്കെ കിട്ടും, ഇവിടെ മരിച്ച പ്രേതങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഇതാണ് വില്ലേജും കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഫുള്ള് കട്ട പോലത്തെ റോഡാണ്. ഞാനങ്ങനെ കുൽദാറ വില്ലേജിലെത്തി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഇതാണ് ആ ഹൗണ്ടഡ് വില്ലേജ്. ഇവിടെ പണ്ട് പാലിവാൾ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണരാണ് വന്ന് താമസിച്ചത്. അങ്ങനെ താമസിച്ച് പെട്ടെന്നൊരു രാത്രി ഓരോ കാണാതായി, എവിടത്തേക്കോ പോയി. അങ്ങനെ ആ പോയതിന് ശേഷം പിന്നെ ഇവിടെ ആരും താമസിച്ചില്ല, എല്ലാവർക്കും ഇവിടെ താമസിക്കുക, ഒരു വില്ലേജിൽ താമസിക്കാൻ പേടിയാണ്. അപ്പോൾ അതിൻ്റെ പോയതിൻ്റെ പുറകിൽ പല കഥകളും പറയുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നു അവർക്ക് പെട്ടെന്ന് എന്തോ ഒരു അത്ഭുത സിദ്ധി കിട്ടിയിട്ട് ഓർക്കിടുന്ന് അങ്ങനെ മാഞ്ഞു പോയതാണ്, ആവിയായി പോയതാണ്. ബാക്കിയുള്ള കുറേ ആൾക്കാർ പറയുന്നു ഏതോ ഒരു പ്രേതബാധ പെട്ടെന്നൊരു ദുഷ്ടമന്ത്രിയെ കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോയതാണ്. അങ്ങനെ അതിൻ്റെ പുറകിൽ കുറേ കഥകളുണ്ട്. അപ്പോൾ ഇതും ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ, 4ാമത്തെ സ്പോട്ട്. ഇവിടെ ഓരോ വീടും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, അമ്പലം കാര്യങ്ങൾ. ഗൈഡിനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞുതരും കഥകൾ. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് കഥകളെല്ലാം പഠിച്ചിട്ട് വരും. വീഡിയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. രാജസ്ഥാൻ വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കുട എടുക്കുന്നത് നല്ലതാണ്, വെയിലിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. മഴയത്താണെങ്കിലും സീനില്ല. ഞാനിത് ജോധ്പൂർന്ന് മേടിച്ചത്, ഉദയ്പൂർന്ന് എൻ്റെ അത് കാണാണ്ടായിട്ടില്ലേ, എനിക്ക് മനസ്സിലായി. ഞാൻ അതുപോലെ തന്നെ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇതില്ലാണ്ട് നടക്കൂല. ഇത് പഴയ വീട് കേട്ടോ, നോക്കിയാൽ ആ ബ്രാഹ്മണർ താമസിച്ചിരുന്ന പഴയ വീടും കാര്യങ്ങളാണ്. ഈ മരുഭൂമിയിലെല്ലാം ഇങ്ങനത്തെ വീടാണ് ഉണ്ടാവുക. സെൻറ്ററിൽ ഫുള്ള് കാലിയായിരിക്കും, ഓരോ റൂമും കാര്യങ്ങളില്ലാതാ. ഓ മൈ ഗോഡ്, പേടിച്ചു പോയി. ഇതെല്ലാം കുൽദാറ വില്ലേജിലെ പഴയ വീടുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യുക. വരുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഒന്നെങ്കിൽ വിക്കിപീഡിയ അല്ലെങ്കിൽ ഗൂഗിളിൽ പഠിച്ചിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ കൂടുതലും മനോഹരമായിരിക്കും, ഭംഗി തോന്നും. ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലം ക്ഷേത്രം കൂടി കാണിച്ചു തന്നിട്ട് പോയിന്, ഇതും കൂടി കാണിക്കാനുള്ളൂ. ഇതാ പിന്നെ ഫുള്ള് വീടുകളാണ്. ഇതാണ് ക്ഷേത്രം. മുമ്പിൽ ഈ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ള് പാറക്കല്ല് കൊണ്ട് തീർത്ത് നല്ല അടിപൊളി കൊത്തുപണിയിലായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പം ഇനി ഇവിടുന്ന് 19 കിലോമീറ്ററാണ് സാം ഡൂൺസിലേക്കുള്ളത്. സം ഡൂൺസ്. സാം ഡൂൺസ് എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് നമുക്ക് ഇതേപോലത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അവിടെ നിന്ന് അവർ 150 റുപ്യൻ്റെ താലി, 150 എന്നാണ് എന്നോട് പറഞ്ഞത്. അവർ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം സാം ഡൂൺസിലേക്ക് പോകാൻ. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അതിന് ഇവിടുന്ന് ആകെ അത്രയേ ഉള്ളൂ, 10 കിലോമീറ്റർ 12 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഒടുക്കത്തെ കാറ്റ്, ഈ ചൂട്ടത്തും വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ, ഒരു 50-60 ആ ഒരു സ്പീഡിലാണ് ആ വണ്ടി ഓടിച്ചത്. തല കറങ്ങി മോനെ, ചൂട് കാറ്റ്, ഭയങ്കര ശക്തിയുള്ള കാറ്റായിരിക്കും. വണ്ടി മാറിപ്പോകുന്ന പോലത്തെ കാറ്റാണ് അടിച്ചത്. അതാണ് ഇവിടെ കാറ്റാടി യന്ത്രയിൽ സ്ഥാപിച്ചത്, കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ. ഞാനിവിടെ നിന്ന് തിന്ന ഹോട്ടലിൽ തന്നെ ഈ ഒരു കട്ടിൽ കണ്ടോ, ഇത് അധികം ദാബയിലും കാണുന്ന കട്ടിലോ കണ്ടിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നല്ലെങ്കിൽ അടത്തലുണ്ടാവില്ല. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തലകറങ്ങി പോകും. അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് നേരെ സാമിലേക്ക് പോകാം. നമ്മൾ സമ്മിലെത്തി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമ്പിങ് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. മരുഭൂമിയാന്ന് അങ്ങ് ഇതെങ്ങനെ വിജനമായി കിടക്കുന്നത്. സൈഡ് കംപ്ലീറ്റ് ക്യാമ്പിംഗ് ആണ് മച്ചന്മാരെ. ഇതിലേതെങ്കിലും ഒരു നല്ലൊരു ക്യാമ്പിങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കാരണം ഓഫ് സീസണാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് അറിയിക്കും നിങ്ങളെ. അങ്ങനെ ഞാൻ ഇവിടെ സം ഡിസേർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് സം ഡിസേർട്ടിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ക്യാമ്പിംഗ് ആണ്. ഞാനിത് ഈ ഒരു ക്യാമ്പിംഗ് ആണ് എത്തിയിട്ടുള്ളത്. സ്വിമ്മിങ് പൂള് ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ക്യാമ്പിങ്ങിൻ്റെ ഉള്ളും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അവസാനം ഇതിൻ്റെ ഇതും പറഞ്ഞിരുന്നായിരിക്കും. തൊട്ട്
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോബി ഏരിയ വരുന്നത്. നല്ലൊരു വലിയ ലോബി വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസപ്ഷൻ അവിടെയുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോസ്. നമുക്ക് റൂം റെഡിയാക്കി തന്നത് മൂപ്പറാണ്. ഞാൻ അതിൻ്റെ റൂം കറക്റ്റ് കാണിച്ചുതരാം. ഇത് ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് ഉണ്ട് ചുറ്റുമായിട്ട്. രാത്രി അയക്കാൻ നല്ല അടിപൊളി സ്കൈയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ജീപ്പ് സഫാരി നടത്താൻ പോയെന്ന് അപ്പം പറഞ്ഞൊരു 10 മിനിറ്റ്. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. ലൈറ്റ് ഇത്രയേ ഇല്ല, പക്ഷേങ്കിൽ ബെഡെല്ലാം അടിപൊളിയാണ്. നല്ല കോസി ബെഡാണ്. അതുപോലെ തന്നെ വാഷ്റൂമും അടിപൊളിയാണ്. ഇനി അതിൻ്റെ പിന്നെ ഇതാ അതുപോലെ തന്നെ AC ഉണ്ട് കേട്ടോ. റേറ്റും കാര്യങ്ങളും ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. ഇതാ അത് വെള്ളമുണ്ട് കുടിക്കാനുള്ള, നല്ല തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ. ഞാൻ AC ഇട്ട് വെച്ചിട്ടാണ് പോയത്, കാരണം റൂമൊന്ന് ഫുള്ള് തണുക്കട്ടെ. ഇപ്പോൾ ഓഫ് സീസണാണ് ഇവിടെ. ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് ആഗസ്റ്റ് മാസമാണ്. ഇനി ഞാൻ കഥ പറഞ്ഞുതരാം. ആദ്യം ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള കാര്യം അറിയാമല്ലോ, കുറച്ച് അലച്ചിലാണ്. ഒറ്റയ്ക്കാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. കോളിംഗ് ആണെങ്കിലും നോക്കലെങ്കിലും പിടിക്കലോ അത് ഇതില്ല. ഞാൻ ആദ്യം ഒരു പ്രോപ്പർട്ടി നോക്കാൻ വന്നി. ആ പ്രോപ്പർട്ടി നോക്കി. ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ അപ്പുറം വേറൊരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി നോക്കി വെച്ചിട്ട് അതിന് വേറെ അപ്പുറം അടിപൊളി റിസോർട്ട് ഉണ്ടായിന്. 4000 ഉറുപ്പ്യാണ് എന്നോട് സംഭവം പറഞ്ഞത്. ക്യാമൽ സഫാരി, ജീപ്പ് സഫാരി, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, കൾച്ചറൽ പ്രോഗ്രാം, AC റൂം 4000 ഉറുപ്പ്യ. ഞാൻ ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് 2800 ഇവിടെ. എന്നിട്ട് ഞാൻ നേരെ അപ്പുറം പോയി. അപ്പുറത്ത് നിന്ന് ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ 2500 തരുമെന്ന് ചോദിച്ചു. ഓന് 4000 തന്നെ പറഞ്ഞ് 2500 ചോദിച്ച് ഓൻ പറഞ്ഞു തരില്ല. പക്ഷേങ്കിൽ ഓൻ്റെ റൂമിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. ഇത് കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ അവിടെ പോയി റിട്ടേൺ ഇവിടെ വന്ന് ബുക്ക് ചെയ്തതിന് ഓനെ തരൂല എന്ന് പറഞ്ഞു ആ റേറ്റിന്. ഞാൻ എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ റൂം എടുത്തതിന് ശേഷം പൈസയിലും പേയ്മെൻറ്റെല്ലാം കൊടുത്തതിന് ശേഷം ഓൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 2500 തരാം, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിന്നീട് പൈസയും കൊടുത്തു പോയി കയറി. അപ്പുറത്തെ റൂമിലാണ് കയറിയത്. അപ്പുറത്തെ റൂമിൽ പൈസ കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞ് അവിടെ വേറെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഫുള്ളായി, നീ തൽക്കാലം അപ്പുറത്തെ റൂമിൽ പോയിട്ട് നോക്ക്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഞാൻ അലച്ചിലാക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ റൂം എടുത്ത്. ഇനി നമ്മൾ നേരെ ജീപ്പ് സഫാരി ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും ചിന്തിക്കണം. കാരണം ഇങ്ങനെ ഓരോരാൾക്ക് പറ്റാറുണ്ട്. എനക്ക് സാധാരണ പറ്റാറില്ല, കാരണം ഞാനിൽ നോക്കി കണ്ട് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഒറ്റക്കാകുമ്പോൾ കുറച്ച് ലിമിറ്റ് ഉണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം. കുറച്ച് അലച്ചിലായി പോയി അങ്ങനെ പെട്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു ജീപ്പ് സഫാരി, ക്യാമൽ സഫാരി, അവിടെ ഡിസേർട്ടിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 6 മണിയാകുമ്പോഴത്തേക്ക് ഡിസേർട്ട് സഫാരിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജീപ്പിലാണ്. നമ്മൾ അലിബായ് എന്നാണ് പേര്, 19 വയസ്സുകാരനാണ്. നമ്മൾ ഈ ഡിസേർട്ട് കംപ്ലീറ്റ് കറങ്ങും. ആദ്യം നമ്മളെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോകുന്നത് 7 മണിയാകുമ്പോൾ സൺസെറ്റ് ആയിരിക്കും. 7 മണി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെളിച്ചും കാര്യങ്ങളെല്ലാം പോകും. അതിനുള്ളിൽ ഡിസേർട്ട് സഫാരിയും ചെയ്യും, ക്യാമൽ റൈഡും ചെയ്യും നമ്മൾ. അപ്പോൾ നമുക്കിതാ നേരെ ജീപ്പ് സഫാരിയിലേക്ക് കിടക്കാം കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് കാണുന്നത് കംപ്ലീറ്റ് ഇവിടുത്തെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്, റിസോർട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ പറയുന്നത് നമ്മളിതാ ഡിസേർട്ട് റൈഡ് ചെയ്യാൻ പോയാൽ ജീപ്പിൽ കിടിലൻ റൈഡ് കുട്ടിയാകാൻ നോക്കിയാൽ രാജസ്ഥാനിലെ സമ്മ് ഡിസേർട്ടിലേക്ക് കൂടി നമ്മളിതാ ജീപ്പ് സഫാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളിമൂട് എന്ന് പറഞ്ഞാൽ പൊളിമൂട് നോക്കിയാ ഏത് വൈബടാ. ഓഹോ ഹോ നോക്കിയാ എന്റെ മോനെ വേറെ മൂട് മുത്ത് നോക്കിയ എന്റെ മോനെ കളിമക്കളി. വേറെ മൂട് മുത്ത. ഫസ്റ്റത്തെ കീച്ചല്ല തന്നെ ഞാൻ താലേക്ക് ഇറങ്ങി. അത് അടുത്ത നോക്കാം. മച്ചാൻ ഇത് അടുത്ത റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോലെ പോലെ അപ്പൊ കുറച്ച് കഴിഞ്ഞാല് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്. ഈ സ്ലൈഡിങ് കഴിഞ്ഞോടെ നമ്മൾ ഓടിക്കും മുത്തേ.
ഡിസേർട്ട് ജീപ്പ് സഫാരി ഇവിടെയാണ് കേട്ടോ വന്ന് നിന്നത്. ഇവിടുന്ന് നമുക്ക് അതുപോലെ തന്നെ ജീപ്പ് സഫാരി വന്നുകൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ ATV റൈഡ്, പാരാഗ്ലൈഡിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ബേക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് പോകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരിക്കും. അതുപോലെ തന്നെ ഒട്ടക സഫാരി ഇവിടുന്ന് അവൈലബിൾ ആണ്. അവിടെ കംപ്ലീറ്റ് ഒട്ടക ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോയി കറക്കിയിട്ട് വരും. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സം ഡിസേർട്ട് എന്ന് പറയുന്നത്. താർ ഡിസേർട്ടെല്ലാം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താർ ഡിസേർട്ട് എന്നെല്ലാം പറയും. പക്ഷേങ്കിൽ അവിടുത്തെ താർ ഡിസേർട്ട് എനിക്കറിയില്ല. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ ഒട്ടക സഫാരി ചെയ്യാൻ പോകുന്നത്. ഒട്ടക സഫാരി വേറെ ലെവലായിരിക്കും. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയം ആയിട്ടില്ലായിരിക്കും, കുറച്ചുകൂടി 7 മണിയുമ്പോൾ 4 വരും. അതിനുമായിട്ട് നമുക്ക് ഇനി ഒട്ടക സഫാരിയും കൂടി ചെയ്യണം. നിങ്ങളുടെ ചായക്കുന്ന പിള്ളേർക്ക് ഉണ്ടോ? എത്ര വയസ്സുണ്ടാവും? നമ്മുടെ ഡ്രൈവർക്ക് 19 വയസ്സെന്ന് പറഞ്ഞാൽ കളവാറിനായിരിക്കും സാധ്യത. ഉമ്ര കിത്തനാ? ഉമ്ര ഏജ് 13 സാൽ. ഞാൻ അടുത്തതായിട്ട് നമ്മളെ ക്യാമൽ ഡിസേർട്ട് സഫാരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സലീം ഭായ് അപ്പൊ ഇതിൻ്റെ എല്ലാം കഥ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. റൂമിലെത്തിയിട്ട് കഥകൾ ഞാൻ പറഞ്ഞുതരാം. കുറേ സംഭവങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ടതായിട്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിയാട്ടെ എന്ത് സീനറി. പക്ഷേങ്കിൽ സൺസെറ്റ് മിസ്സായിപ്പോയി. അവിടെ നമുക്ക് സ്നാക്സ് എല്ലാം കിട്ടും കേട്ടോ, കോംപ്ലിമെന്ററി ആയിട്ട്. അപ്പൊ രാത്രി ആയിക്കാലും മെയിൻ ഇതാ പരിപാടി. ഇങ്ങനെ ഡാൻസ് ഉണ്ടാവും കേട്ടോ. ഡാൻസ് ഇങ്ങനെ ഒരു ലേഡീൻ്റെ ഇത് ഇവിടുത്തെ നാടോടി നൃത്തമാണ് ഇവരെ. ഇതാണ് ഇവിടുത്തെ മെയിന്. തലയിൽ ചട്ടി വെച്ചിട്ടുള്ള ഡാൻസ്, ഫോക്ക് ഡാൻസ് എന്നാണ് ഇതിന് പറയല്, ചട്ടി ഡാൻസ്. ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഡാൻസ് കൂടി ഉണ്ടോ ലാസ്റ്റ് DJ. മച്ചാൻ ഇതാണ് കേട്ടോ എടുത്ത ഡിന്നർ, അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. മച്ചാമാരെ ഞാൻ രാവിലെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇതാ സണ്ണ് മുകളിലെത്തി ഇങ്ങനെ പോകുന്നുണ്ട്. അതും നല്ല വിജനമായി കിടക്കുന്ന മരുഭൂമിയിൽ അങ്ങ് ദൂരെ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ ജയ്സൽമേർ വരുന്നുണ്ടെങ്കിൽ ഡിസേർട്ട് ക്യാമ്പിങ് ഇന്നലെ ഞാൻ എടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഡിസേർട്ട് ക്യാമ്പ് ചെയ്യുക, സൺറൈസ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. സൺറൈസിൻ്റെ സമയം ഉറപ്പായും വരണം. കാരണം ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ എടുക്കുന്ന എപ്പോഴെങ്കിലും കൂടുമ്പോൾ കിട്ടും. ഇപ്പം നമ്മളിവിടെ വരില്ലല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള സൺറൈസിൽ നമുക്ക് ഏകദേശം പിന്നെയും പോയി കിട്ടും. ആ ഒരു ഇത് കിട്ടും, എക്സ്പീരിയൻസ്. പക്ഷേ എങ്കിൽ ഡിസേർട്ടിലുള്ള സൺറൈസ് ഈ ഒരു ജയ്സൽമേർ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ വേറെ മരുഭൂമി നോക്കി പോകേണ്ടി വരും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇന്നലത്തെ സംഭവങ്ങൾ മനസ്സിലായി. ഇന്നലെ ഞാൻ കറങ്ങിയത് ഫസ്റ്റ് കോട്ട കണ്ട്, അവിടെ നിന്ന് പട്ടുവാക്കി ഹവേലി കണ്ട്, വാർ മ്യൂസിയം കണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വരിക ചെയ്തത്. അവിടെ 2 സ്ഥാനങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ബഡാബാഗ് എന്ന് പറയുന്ന പഴയ രാജാക്കന്മാരെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ സ്മരണക്കായിട്ട് തീർത്ത ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. ബഡാബാഗ്, അതിൻ്റെ തൊട്ടടുത്ത് തടാകങ്ങളും ബാക്കി ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് ബഡാബാഗ്. പിന്നെ കാണാനില്ലതാണ് ബഡാബാഗ് കഴിഞ്ഞിട്ട് ഗഡിസർ ലേക്ക് വൈകുന്നേരമാണ് പോകേണ്ടത്. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ല സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളും അതുപോലെ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നേരെ ഇവിടുന്ന് സമ്മ് വില്ലേജ് പോയിട്ട് കാണിച്ചത്. സമ്മ് വില്ലേജ് എന്നിട്ട് നേരെ ടൗണിലേക്ക് പോകും. ഇവിടുന്ന് 44 കിലോമീറ്ററാണ് പോകാനുള്ളത്. അവിടെ പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ജയ്സൽമേറിൽ പ്രധാനമായിട്ട് കാണേണ്ട സംഭവങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെയുണ്ട് ഇവിടുന്ന് 150 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലോങ്ങേ വാല എന്ന് പറയുന്ന വഴി പോയിട്ട് നമുക്ക് ഇവിടെ പോവാം. തനത്ത് മാതാ ടെമ്പിൾ ലോങ്ങേ വാല വഴി 150 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടാവും. അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ ജയ്സൽമേറിലേക്ക് 120 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയും 270 കിലോമീറ്റർ ഓടണം. പക്ഷേങ്കിൽ ഞാൻ ഈ സോളോ ആയിട്ട് വന്നതുകൊണ്ടും ഈ ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടും ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായി പോകുന്നത്. അപ്പോൾ ഒറ്റക്കായിക്കൊണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ല. നിങ്ങൾ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം. കാരണം ഇത്രയും വരെ വന്നിട്ട് അവിടെ പോയിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ടെനോട്ട് മാതാ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലമാണ്. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വിഭജനത്തിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാന് ബോംബിട്ടര അവിടുന്ന് പൊട്ടിയിട്ടില്ല എന്നല്ലാന്ന് പറയുന്നത്. അവിടെ 2 ബോംബിട്ടിട്ട് 2 ബോംബും പൊട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ടുള്ള സ്ഥലം എന്നല്ലാന്ന് ടെനോട്ട് മാതാ ടെമ്പിൾ അറിയപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണും. ഇപ്പോൾ അവിടെ ബോംബ് പൂജിക്കപ്പെടുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോങ്ങേ വാല വാർ മെമ്മോറിയൽ, പിന്നെ ആ സൈഡിലേക്ക് കൂടി പോകുമ്പോൾ നമുക്ക് ബോർഡറും കൂടി കാണാമെങ്കിൽ തൊട്ടപ്പുറത്തെ സൈഡ് പാകിസ്ഥാനുമാണ്. അതും നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ എൻ്റെ റൂം എടുത്ത കാര്യത്തിൽ കുറച്ച് വാളിപ്പോയി. എനിക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞു എത്ര അറിയുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം
ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വില്ലന്മാരാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ ആടെ ഉണ്ടായിരുന്നു. ഒന്നാമത് അലച്ചിലായിരുന്നു, ഒറ്റക്കായിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ഫുള്ള് ടയർഡായി പോയി ഒന്ന്. അപ്പോൾ ആടയിൽ ഫുള്ള് കറങ്ങി പെട്ടെന്ന് ഇവിടെ എത്തിയിട്ട് ഇവിടെ ഈ ഒരു ഡിസേർട്ട് ക്യാമ്പ് കുറച്ച് ടൈം എടുക്കണം എന്നുള്ള രീതിയിൽ 3 മണിക്ക് മുമ്പ് എത്താന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കിട്ടുമല്ലോ. ഡിസേർട്ട് ക്യാമ്പിങ് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് എടുക്കുന്നതല്ല. അങ്ങനെ വരുന്ന സമയത്ത് കുറേ ജീപ്പ് ഡ്രൈവർമാർ റോഡ് സൈഡ് മൊത്തം നിന്നിട്ടുണ്ടാവും. വരുമ്പോൾ കൈകാട്ടി വിളിച്ചിട്ട് നിർത്ത് ഡിസേർട്ട് ക്യാമ്പിംഗ് ഉണ്ട്, പാക്കേജ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി തരാമെന്ന് വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് നമ്മൾ മാക്സിമം എടുക്കുന്നതിന് പ്രശ്നമുണ്ട് എന്നല്ല, റേറ്റ് മാക്സിമം ഓഫ് സീസണിലാണെങ്കിൽ മാക്സിമം ഒരാൾ 800-900 അതിൽ കൂടുതൽ കൊടുക്കരുത്. അതായത് ക്യാമൽ സഫാരീൻ്റെ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ക്യാമൽ സഫാരി ഇൻക്ലൂഡാന്ന് പറയും. ക്യാമൽ സഫാരി റോട്ടും വന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലും ഇല്ല, ഒരു 500-300 മീറ്റർ വന്നിട്ട് പറയും നിങ്ങളെ പാക്കേജ് ഇത്ര വരെയുള്ളൂ, ഇന്ന പോയിന്റ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ആയിരുന്നു ഒരു 300-400 രൂപയൊക്കെ പറയും. അത് 200 രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് എടുക്കുന്ന പോലെ. അതിനൊന്നും ഫിക്സ്ഡ് റേറ്റ് ഒന്നും അല്ല, മോഹവിലയാണ്, നിങ്ങൾ സംസാരിച്ചെടുക്കുന്നത് പോലെയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ റൂം എടുത്ത് അങ്ങനെ സംസാരിച്ച് 2 സ്ഥലത്ത് നിന്ന് 4000 രൂപയാണ് പറഞ്ഞത്. ഞാൻ സംസാരിച്ചിട്ട് 2800 2500 ആക്കി. 2500 ഒരു അടിപൊളി പ്രോപ്പർട്ടി തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ 2800 പോയിട്ട് അവിടെ പോയി സമയത്ത് തോന്നി 3000 രൂപ തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ 2800 അടുത്തേക്ക് ഞാൻ റിട്ടേൺ വന്നാൽ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് 2500 തരാൻ പ്രശ്നമില്ല. അപ്പോൾ അതിലും കുറച്ചിട്ട് കിട്ടുമായിരുന്നു റൂം. ഞാൻ ഒറ്റക്കായിക്കൊണ്ടാന്ന്, രണ്ടാക്കാണെങ്കിൽ ഈ ഒരു റേറ്റിലൊക്കെ കിട്ടും. പിന്നെ ഒരാൾക്ക് ഒരു റൂം കൊടുക്കേണ്ട ഇതായിക്കോണം. ഇപ്പോൾ അത്യാവശ്യം സീസൺ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം ഇവർക്ക് റൂം ആളെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലച്ചിലായിക്കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ കയറി, കാരണം ജയ്സൽമേറിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വരും. വന്നപ്പോൾ ഞാൻ പിന്നെ നമുക്ക് പൈസ പിന്നെയും നമുക്ക് ഉണ്ടാക്കാം, പക്ഷേങ്കിൽ ഈ സമയം പോയിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ വലിയ അലച്ചിലാക്കണ്ടെന്നുള്ള രീതിയിൽ എടുത്തതാണ്. പക്ഷേങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ഹോട്ടലിൽ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ചെറിയ റേറ്റിൽ കിട്ടും സാധനം. ഈ ഒരു 800-900 ഓഫ് സീസൺ അല്ലെങ്കിൽ 800 രൂപ കുറഞ്ഞത്, അതിൽ കുറക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്തെങ്കിലും ലൈറ്റ് റേഞ്ച് മാറ്റം വരുത്തും ഈ പറഞ്ഞ കാര്യങ്ങളിൽ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങളോട് പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് ഉറപ്പിക്കുന്നില്ല. ഇനി ബാക്കി കാണാനുള്ള 2 സ്ഥലങ്ങൾ, ഈ ഒരു സൺറൈസിൻ്റെ മനോഹരമായ അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അച്ഛനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കിട്ടിയത്. പൂരിയുണ്ട്, പോഹയുണ്ട്, അതുപോലെ തന്നെ ഒരു കറിയുമുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ കറി. അങ്ങനെ ഞാൻ ഇറങ്ങലായി. ജയ്സൽമേർ ഡിസേർട്ട് ക്യാമ്പിങ് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങലായി. രാവിലെ 10 മണിക്കാണ് ഇറങ്ങിയത്. ജയ്സൽമേർ സിറ്റിയിലെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ കാറ്റടിക്കുന്നതുകൊണ്ട് ചില സമയം നേരത്തെ പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് അടുത്തായി കിട്ടില്ല. ജയ്സൽമേറിലെ ഈ ഒരു വില്ലേജ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നേരെ ജയ്സൽമേർ ടൗണിലേക്ക് പോവാം. ഓക്കെ, ഇനി രാത്രി 10 മണിക്ക് എൻ്റെ ട്രെയിന്. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. മച്ചാനെ, ഇതാണ് നമ്മുടെ രാജസ്ഥാനിലെ പാകിസ്ഥാനോട് തൊട്ടടുത്ത് കിടക്കുന്ന ലാസ്റ്റത്തെ വില്ലേജ്. അവിടുത്തെ ക്യാമ്പ് കാറ്റടിക്കുന്നുണ്ടോ പമ്പ് വെച്ചിട്ട്. നമ്മളെ ഡിസേർട്ട് സഫാരിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു വില്ലേജ് എത്താം. പക്ക ചെറിയൊരു വില്ലേജാണ്, നല്ല അടിപൊളി വില്ലേജാണ്. ആൾക്കാരെല്ലാം നോക്കിയാട്ടെ, ആ ഒരു ജുബ്ബ പോലത്തെ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ജീപ്പും കാര്യങ്ങളാണ്. ഒന്നാമത് മരുഭൂമി ആയതുകൊണ്ട് തന്നെ ഫുള്ള് കംപ്ലീറ്റ് താറ്, മഹീന്ദ്രൻ്റെ ജീപ്പ് കാര്യങ്ങളെല്ലാം കൂടുതലുള്ളത്. അത് വില്ലേജിൽ കാണുന്നില്ല, ഉള്ളോട്ട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം അടിപൊളി. ആൾക്കാരും കാണുന്നില്ലേ, നല്ല മണലിൻ്റെ അതേ കളറിലുള്ള ആൾക്കാരാണ്. ടേരി മണൽ എന്ന് പറയുമ്പോൾ അറിയില്ല, പൂഴീൻ്റെ അതേ കളറിലുള്ള ആൾക്കാരാണ്. കളറാണ് ഇവർക്ക് ആൾക്കാർക്ക്. അതുപോലെ തന്നെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 12 വയസ്സായ പിള്ളേർ, 13 വയസ്സായ പിള്ളേരെല്ലാം ഒട്ടക റൈഡും അതുപോലെ തന്നെ മറ്റേ ATV റൈഡും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഇവിടുന്ന് ജയ്സൽമേറിന്ന് എവിടെ പോകുന്നുണ്ടെങ്കിലും ഇതേപോലെ ഒറ്റ സ്ട്രെച്ചിലുള്ള റോഡായിരിക്കും കേട്ടോ. മാപ്പ് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, പിന്നെ അടിച്ചിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാൻ വിടുക. അങ്ങനെ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയിട്ടാണ് ബഡീബാഗ് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. കണ്ടോ, ആ കാണുന്നതാണ് ബഡീബാഗ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ രസമാണ്. ഇവിടെ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടർ, കാറ്റാടി യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എനക്കൊന്ന് കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിട്ടാണ്. വരുന്ന വഴിയിൽ ഞാൻ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട്. ഇതാണ് ബഡീബാഗ്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളി. താലി ചെറിയ ഗാർഡൻ പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഛത്രി. അപ്പോൾ ഈ ബഡാബാഗിനെ പറ്റി ചരിത്രം പറയുകയാണെങ്കിൽ
19-ാം നൂറ്റാണ്ടിൽ ജയ്സിംഗ് ആണ് ഇത് പണിതിട്ടുള്ളത്. അതായത് ജയ്സൽമേറിലുള്ള രാജകുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങളായിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. ഇവിടെ ഓരോ ഇങ്ങനെ കുട പോലത്തെ സംഭവം കണ്ടാ, ഇത് അതുപോലത്തെ അത് ഓരോരാളെ ശവകുടീരങ്ങളാണ്. അവിടെ അവരവരെ ഡീറ്റെയിൽസും കാര്യങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ടാവും, മരിച്ച ഡേറ്റ് അങ്ങനത്തെ ഡേറ്റിലും. ഇത് മൊത്തം മഞ്ഞ മണൽക്കട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂര്യാസ്തമയ സമയത്ത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ആംബിയൻസും കൂടിയാണിത്. അന്ന് ഒരു ശവപ്പറമ്പ് എന്നതിനുപരി ഇപ്പോൾ ഇത് ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നമ്മളെ ജയ്സൽമേറിലെ. അങ്ങനെ ബഡാബാഗ് കണ്ടിട്ട് നമ്മൾ നേരെ ഗഡിസറിലേക്ക് പോയത്. ഗഡിസറിലേക്ക് അടിപൊളിയാണ്. ഇവിടുന്ന് 8 കിലോമീറ്റർ ഇല്ലേ. അപ്പോൾ നേരെ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗഡിസർ ലേക്ക്. ഗഡിസർ ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഗഡിസർ ലേക്കിൻ്റെ നല്ല അടുത്തുള്ള വ്യൂവിന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ തന്നെയാണ് കേട്ടോ മെയിനായിട്ട് പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രൂപ്പായിട്ടാണെങ്കിലും സിംഗിൾ ഡബിളായിട്ടാണെങ്കിലും ഉള്ള ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. വ്യത്യസ്ത തരം ബോട്ടുണ്ട്. അതുപോലെ തന്നെ ലേക്കിൻ്റെ ചുറ്റുപാടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും തന്നെയാണ് മെയിൻ. അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീനിന് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നല്ല അടിപൊളി കൊത്തുപണികളെല്ലാം ആയിട്ടുള്ള ചെറിയ കെട്ടിടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് സൈഡിൽ. വൈകുന്നേരം വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സൺസെറ്റ് ആയിരിക്കും. വൈകുന്നേരം മാക്സിമം വരാൻ നോക്കുക ഈ ഒരു സ്ഥലത്തൊക്കെ. അവിടെ നിന്ന് ആൾക്കാർ കുളിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങ് ദൂരത്തുനിന്ന്. അതുപോലെ തന്നെ അപ്പുറം ഫുള്ള് പച്ചപ്പും കാര്യങ്ങളാണ്. അവിടെയും ആ ഒരു സൈഡിൽ മുകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ടൈമിൽ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുക. എല്ലാ ഭാഗത്തു നിന്നും മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മീനും കാര്യങ്ങളുണ്ട്. നല്ല ഫിലോപ്പി പോലത്തെ വലിയ മീനും കാര്യങ്ങളാണ് ഇല്ലത്. നോക്കിയാട്ടെ എന്ത് രസമാണ് നോക്കിയാട്ടെ. വൈകുന്നേരമെങ്കിലും നല്ല അടിപൊളി സൺസെറ്റ് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സ്ഥലം ഗഡിസർ ലേക്ക്. അപ്പം മച്ചാമാരെ ജയ്സൽമേറിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വന്ന ആ റൂമിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്, ഞാൻ സ്റ്റേ അടിച്ച റൂമിൻ്റെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമാണ് എടുത്തത്. ഏകദേശം നിങ്ങൾ കറങ്ങുന്നുണ്ടെങ്കിൽ 1.5 ദിവസം കൊണ്ട് ജയ്സൽമേർ കംപ്ലീറ്റ് കവർ ചെയ്യുക. ഇനി ടെനോട്ട് മാതാ ടെമ്പിൾ ലോങ്ങേവാല ബോർഡറെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടുന്ന് 150 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. തിരിച്ചു വരുമ്പോൾ 120, 140 തന്നെ കൂട്ടിക്കോ, 300 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ സമ്മ് ഇൻക്ലൂഡ് ആക്കിയിട്ട്. അതും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 2.5 ദിവസം. 1.5 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സമ്മിൽ ഡിസേർട്ട് ക്യാമ്പിംഗ് അടക്കം ചെയ്യാൻ പറ്റും. ഞാൻ 2 ദിവസം നിന്ന്, അതായത് ഞാൻ വന്നത് ജോധ്പൂരിൽ നിന്നാണ്. ജോധ്പൂരിനകത്തെ ടിക്കറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ 2 ദിവസത്തെ സ്റ്റേ, ഒന്ന് ഡിസേർട്ട് ക്യാമ്പിങ്ങും അടുത്ത പാക്കേജ്, അതായത് റൈഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി എടുത്തതും, പിന്നെ ഇവിടുത്തെ ഡോർമെറ്ററിൻ്റെ സ്റ്റേയും, പിന്നെ രാത്രി വരെ ഞാൻ ജസ്റ്റ് കടക്കാൻ വേണ്ടിയിട്ട് 10 മണിക്കാണ് ട്രെയിൻ എടുത്ത് 12 മണിക്കാണ് ട്രെയിൻ ഇന്ന് രാത്രി. അവർ ആദ്യം അതിന് ചെറിയൊരു എമൗണ്ടെല്ലാം കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടോട്ടൽ ചിലവായതാണ് 6,900, 7,000 രൂപ കൂട്ടിക്കോ. അപ്പോൾ 7,000 രൂപ ഞാൻ സോളോ ആയിട്ട് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തതിന് ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടാണ് ഉണ്ടായിന്. ബൈക്ക് റെൻറ്റിന് എടുത്തരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണ്ണ അടിച്ചത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മച്ചന്മാരെ ജയ്സൽമേറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. രാജസ്ഥാൻ കംപ്ലീറ്റ് കറങ്ങിയ വീഡിയോസ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.